ഹലോ, ഞങ്ങൾ രജിയുടെ വീട്ടിൽ തന്നെയാണുള്ളത്. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ 1-2 ഡിഷസ് ഒക്കെ ഉണ്ട്. രജിയുടെ ഡിഷസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് തൊട്ട് എനിക്ക് ശീലമുള്ളതാണ് കേട്ടോ. കോളേജിൽ വരുമ്പോൾ ചോറിന് കൊണ്ടുവരുന്ന ഇനി അരിക്കൊണ്ടാട്ടം, രജിയുടെ അമ്മ ഉണ്ടാക്കുന്ന അരിക്കൊണ്ടാട്ടം പണ്ട് ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും രജിയുടെ അടുത്ത് കൊണ്ടുവരാൻ പറയുമായിരുന്നു. രജിയുടെ വീട്ടിലാണെങ്കിൽ എപ്പോഴും അത് ഉണ്ടാക്കി വെക്കുകയും ചെയ്യും അല്ലേ, അമ്മ എപ്പോഴും ഉണ്ടാക്കി വെക്കും അല്ലേ. ഞാൻ രജീൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് അതെനിക്കൊന്ന് വേണമായിരുന്നു ഉണ്ടാക്കി തരുമോ, പണ്ട് കഴിച്ച ആ ഒരു ടേസ്റ്റ് ഓർമ്മയായിട്ട് ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രജി ഇന്ന് വന്നപ്പോൾ അതുകൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉണ്ണിയപ്പമാണ് ഞങ്ങൾ ആദ്യം ചെയ്തത്, പിന്നെ അരിക്കൊണ്ടാട്ടം. അപ്പം നോക്കാം എങ്ങനെയാണ് അരിക്കൊണ്ടാട്ടം ഉണ്ടാക്കുന്നത്. നമുക്ക് ഇഷ്ടം അരിക്കൊണ്ടാട്ടം? അമ്മ ഉണ്ടാക്കണ എല്ലാം ഒക്കെ ഇഷ്ടം. അമ്മ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും എനിക്ക് ഇഷ്ടമാണ്. ആണോ അരിക്കൊണ്ടാട്ടം ഇഷ്ടം? ഇത് ചിഞ്ചു ആണേ, രജിയുടെ ചെറിയ മോളാണ് അല്ലേ. എൻ്റെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു മോളാണ്. അപ്പൊ നമുക്ക് അരിക്കൊണ്ടാട്ടം എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്നോ. 2 കപ്പ് പച്ചരി കുതിർത്തിയതാണ്, എന്നിട്ട് കഴുകിയിട്ട് മിക്സിയിലിരിക്കുക. ഉപ്പ്, മുളക് എരിവിന്റെ അനുസരിച്ച് ചേർത്താൽ മതി. 1 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം, അല്ലെങ്കിൽ ഉണക്കമുളക് ഇടാം. കുറച്ച് ജീരകം, ചെറിയ ജീരകം ഒരു 1/4 ടീസ്പൂൺ പോരാ അല്ലെ, 1/2 ടീസ്പൂൺ വേണ്ട അല്ലെ. 1 കപ്പ് വെള്ളം അല്ലെ, പച്ചവെള്ളം. ഇനി അരക്കുക നന്നായിട്ട്, നല്ല നൈസായിട്ട് അരയണം. അപ്പോൾ അരി നല്ല സ്മൂത്തായിട്ട് അരച്ചിട്ടുണ്ട്. ഇതിൽ വെള്ളം ഒരു പ്രശ്നമില്ല കേട്ടോ. വെള്ളം നമ്മൾ ഇനി അതൊന്ന് കുറുക്കി എടുക്കാൻ പോവാണ്. ഇതിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാൻ പോകും. ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഈ അരിയല്ലേ, അപ്പം അതൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് അല്ലേ, കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട്. അപ്പം അത് നല്ല കൺസിസ്റ്റൻസി ദോശമാവിനെക്കാട്ടി കുറച്ചുകൂടി ലൂസ്. നമ്മളൊരു എന്താ പറയുക, നീർദോശേൻ്റെ ഒക്കെ അത്രയ്ക്ക് ആയില്ലെങ്കിലും കുറച്ച് ലൂസായിട്ടുള്ളൊരു മാവാണ്. ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ആയതിനു ശേഷം സ്റ്റൗ വെക്കുക. 1 കപ്പ് വെള്ളം നമ്മളിങ്ങനെ കരുതണം, കാരണം ചിലപ്പോൾ അതിങ്ങനെ പെട്ടെന്ന് അങ്ങ് കുറുകുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലേ. ഇത് സാധാരണ കുറുകി വരണം. ഇതിലിപ്പോൾ വെള്ളം കൂടുന്ന ഒരു പ്രശ്നം വരുന്നില്ല. നോൺ സ്റ്റിക്ക് പാനിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം എന്നേ ഉള്ളൂ, ചെറിയ തീയിൽ. അത് പെട്ടെന്ന് തന്നെ കുറുകി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ടാവും. നമുക്ക് വേഗം മനസ്സിലാവും അത് ആ ഭാഗം കുക്കായി. അപ്പോൾ ആ കുക്കാവാത്ത ഭാഗം ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ എന്നിട്ട് പെട്ടെന്ന് വെള്ളം വറ്റി വരും കേട്ടോ. നമ്മളിനി സേവനാഴിയിൽ ഇതുപോലെ ഇതിപ്പോൾ 3 സ്റ്റാറാണ് ഇത് വരുന്നത്, അതായത് മുറുക്കിൻ്റെ ഇതാണ് വരുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണം. മൂന്നെണ്ണം ആയതുകൊണ്ട് ഒന്നിച്ചില്ലേ. എള്ള് കരിഞ്ചീരകമൊക്കെ വേണമെങ്കിൽ നമുക്ക് നല്ല വെയിലല്ലേ, നാളെ ഉച്ചയാകുമ്പോഴേക്കൊക്കെ നല്ലോണം ഉണങ്ങും. ഒരു 1.5-2 ദിവസം മാക്സിമം മതി അല്ലേ. പിന്നെ നമുക്ക് എത്ര കാലം വേണമെങ്കിലും എളുപ്പമല്ലേ നോക്കാം. ഇതിപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ പോവുക. അപ്പോൾ രജിൻ്റെ അടുത്ത് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് ഫ്രൈ ചെയ്ത് കാണിക്കും. ഇത് രജി നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ്, അത് നല്ല ഉണങ്ങിയിട്ടുണ്ട് അല്ലേ രജി. ഒരു കൂട്ടാനില്ലാന്ന് തോന്നുകയാണെങ്കിലൊക്കെ വേഗം അങ്ങോട്ട് പൊരിക്കാം. ജസ്റ്റ് വരുമ്പോൾ ഒന്നും കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ അതെ
അതെ, നല്ല നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ്, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നല്ല മുരിഞ്ഞ് വന്ന് പെട്ടെന്ന് കോരിയെടുക്കുകയും ചെയ്യാം അല്ലേ. രചി നല്ല സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ നമ്മൾ ഊണ് കഴിക്കട്ടെ കേട്ടോ. ഇതെൻ്റെ ഓൺലൈൻ കുക്കറി ക്ലാസ്സിൻ്റെ ആഡാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസും നടക്കുന്നുണ്ട്. വീഡിയോ ഇൻ്ററാക്റ്റീവ് ക്ലാസ്സാണ്. അപ്പോൾ അരിക്കൊണ്ടാട്ടം ഉണ്ടാക്കി കഴിഞ്ഞു. വളരെ ഈസിയാണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് പച്ചരി മാത്രം മതി. പച്ചരി വെച്ചിട്ട് പച്ചരി കുറച്ച് സമയം വെള്ളത്തിലിട്ട് വയ്ക്കുക. ഞാൻ അന്നൊരു അരിക്കൊണ്ടാട്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചോറ് വെച്ചിട്ട്. ഏകദേശം അതേ ടേസ്റ്റിലാണ് ഉണ്ടാവുക. ഇത് പെട്ടെന്ന് നമ്മളൊന്ന് കുറുക്കിയെടുക്കുന്ന ആ ഒരു പണി മാത്രമേ ഉള്ളൂ. കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. ഒരുപാട് കാലത്തേക്ക് കേടുവരാതിരിക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഹോം ബേക്കേഴ്സ് പോലെ കുറേ വീട്ടിൽ വെച്ചിട്ട് സെയിൽ ചെയ്യുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ നല്ലൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്യും.